ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 4 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തി. രാജ്യം ശൈശവവിവാഹരഹിതമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ദേശീയ യജ്ഞത്തിന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി തുടക്കം കുറിച്ചു. കുറഞ്ഞ ചെലവിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനയാത്രയ്ക്ക് കെഎസ്ആർടിസി സൌകര്യമൊരുക്കിയതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻ എസ് ബംഗളൂരു എഫ്സി പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 4 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി കോയമ്പത്തൂരിലെത്തി. നാളെ ഊട്ടിയിലെ വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നീലഗിരി ജില്ലയിലെ ആദിവാസി വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി സംവദിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കോയമ്പത്തൂരിലും ഊട്ടിയിലും പരിസരങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ബാൽ വിവാഹ് മുക്ത് ഭാരത് ദേശീയ യജ്ഞത്തിന് രാജ്യത്ത് തുടക്കമായി. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യയെ ശൈശവ വിവാഹരഹിത രാഷ്ട്രമാക്കുക എന്നതാണ് പരിപാടിയുടെ പ്രഥമ ലക്ഷ്യം. ചടങ്ങിൽ ശൈശവ വിവാഹരഹിത ഭാരത് പോർട്ടലിന്റെ അനാച്ഛാദനം കേന്ദ്രമന്ത്രി നിർവഹിച്ചു. ബോധവൽക്കരണം, ശൈശവ വിവാഹം തടയൽ, ശൈശവ വിവാഹ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യൽ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചിരിക്കുന്നത്. പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിനെതിരെയുള്ള കൈക്കൂലി ആരോപണം, ഉത്തർപ്രദേശിലെയും മണിപ്പൂരിലെയും അക്രമം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് സ്തംഭിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ പഠനയാത്രയ്ക്ക് കെഎസ്ആർടിസി സൌകര്യമൊരുക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. വ്യവസായ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള പ്രത്യേക പരിപാടിയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ കുട്ടികളെ ഈ ടൂർ കൊണ്ടുപോകില്ല, അതിനുവേണ്ടി കെഎസ്ആർടിസി ബസ് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് 500 രൂപയിൽ താഴെ വരുള്ളൂ കുഞ്ഞുങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത്. രാവിലെ പുറപ്പെട്ട് അവരെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് പ്രോഗ്രാം. അപ്പൊ അതിന് മുമ്പ് അവർക്ക് ഇതിനെക്കുറിച്ച്, ആ വ്യവസായത്തെക്കുറിച്ച്, അവിടെ കാണാൻ പോകുന്ന കാഴ്ചയെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കും. ഏതെങ്കിലും അധ്യാപകരെ ട്രെയിൻ ചെയ്യും. പല ഇൻഡസ്ട്രികളുമായിട്ട് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അവരായിട്ടെല്ലാം സംസാരിച്ചു. കെഎസ്ആർടിസിയുടെ CMD സംസാരിച്ചു. വികസനത്തിന് തടസ്സം നിൽക്കുന്ന വ്യാജ പ്രചരണങ്ങളും അനാവശ്യ സമരങ്ങളും ഇല്ലാതാക്കണമെന്ന് മന്ത്രി GR അനിൽ. വലിയ പദ്ധതികൾ തുടങ്ങാൻ നിരവധി കടമ്പകളാണ് നേരിടേണ്ടി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് പോത്തൻകോട് മംഗലപുരം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘാടക സമിതി രൂപീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പോത്തൻകോടിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്ത മാസം 9 മാറ്റി. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നാരോപിച്ചാണ് ഹർജി. നവീൻ ബാബുവിന്റെ മരണത്തിൽ നിലവിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഇന്ന് നവീൻ ബാബുവിന്റെ വീട് സന്ദർശിച്ചു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അവസരം നാളെ അവസാനിക്കും. 17 വയസ്സ് പൂർത്തിയാക്കിയ എല്ലാവർക്കും പേര് ചേർക്കുന്നതിന് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ജനുവരി 6 പ്രസിദ്ധപ്പെടുത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ സമാപനമാകും. ഇന്ന് തപൻ സിൻഹയുടെ ഹാർമോണിയം ഉൾപ്പെടെ 70ഓളം സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ഇന്ത്യൻ സിനിമയ്ക്കുള്ള തപൻ സിൻഹയുടെ സംഭാവനകൾ സംബന്ധിച്ച് ദ സ്പെക്ട്രം ആൻഡ് ദി സോൾ എന്ന പേരിൽ പാനൽ ചർച്ച നടക്കും. രാജ് കപൂർ, മുഹമ്മദ് റാഫി, തപൻ സിൻഹ, അക്കിനേനി നാഗേശ്വര റാവു എന്നീ 4 പ്രതിഭകളുടെ സംഭാവനകളെയാണ് ഇത്തവണത്തെ ചലച്ചിത്രമേളയിൽ ആഘോഷിക്കുന്നത്. ലതാ മങ്കേഷ്കർ അനുസ്മരണ ചർച്ചയും ഇന്ന് നടക്കും. ശബരിമല സന്നിധാനത്ത് 12 വിളക്ക് പ്രമാണിച്ച് ഇന്ന് ഭക്തജന തിരക്ക്. ഇന്ന് രാവിലെ 9 വരെ ദർശനം നടത്തിയത് 29,226 തീർത്ഥാടകരാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S ശ്രീധർ. സന്നിധാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് വഴിപാടായി അങ്കിചാർത്തും വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം പുഷ്പാഭിഷേകവും നടക്കും. മലയാളികളായ തീർത്ഥാടകർ ഏറെ എത്തുന്നത് 12 വിളക്കിന് ശേഷമാണ്. ഇന്നലെയും തീർത്ഥാടകരുടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. വലിയ നടപ്പന്തലും പിന്നിട്ട് ശരംകുത്തി ഭാഗം വരെ ഇന്നലെ തീർത്ഥാടകരുടെ നിര നീണ്ടിരുന്നു.
4 മണിക്കൂർ വരെ കാത്തുനിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തിയത്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും തീർത്ഥാടകരാൽ നിറഞ്ഞാണ് സന്നിധാനം. കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് 12 വിളക്കോടെ ഇന്ന് സമാപനമാകും. സന്ധ്യയ്ക്ക് ആൽത്തറകളിലെ കൽവിളക്കുകളിൽ ദീപങ്ങൾ തെളിയിച്ചുള്ള ദീപാരാധന ദർശിച്ച് ഭക്തർ ഭജനം പാർക്കൽ പൂർത്തിയാക്കും. മറയൂർ മേഖലയിലെ ഉൾപ്രദേശങ്ങളിലുള്ള പ്രധാന സ്ഥലങ്ങളെ ഉൾപ്പെടുത്തി വാഹന ട്രക്കിംഗ് ആരംഭിച്ചത് വിനോദസഞ്ചാര മേഖലയ്ക്ക് നേട്ടമായി. 5 വർഷം കൊണ്ട് 10 മടങ്ങ് സഞ്ചാരികളാണ് മറയൂർ കാന്തല്ലൂർ മേഖലയിലെത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളും ഉൾപ്രദേശങ്ങളിലായിരുന്നതിനാൽ ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്ക് പരിമിത കാഴ്ചകൾ മാത്രമേ മുമ്പ് ലഭ്യമായിരുന്നുള്ളൂ. മനം മയക്കുന്ന വിവിധങ്ങളായ കാഴ്ചകൾ കണ്ടാണ് 5 മണിക്കൂർ തുടരുന്ന 40ലധികം കിലോമീറ്ററുകൾ നീളുന്ന ട്രക്കിംഗ് അവസാനിക്കുന്നത്. വെട്ടുകാടിലെ മറയൂർ ശർക്കര ഉൽപാദന യൂണിറ്റ്, കച്ചാരം വെള്ളച്ചാട്ടം, 100ലധികം തേൻകൂടുകളുള്ള തേൻപാറ, ഭ്രമരം വ്യൂ പോയിന്റ്, ശീതകാല പച്ചക്കറി പഴവർഗ്ഗത്തോട്ടങ്ങൾ എന്നിവ കണ്ടുമടങ്ങി മറയൂരിലെത്തുന്ന സഞ്ചാരികൾ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് മുരുകൻമലയിലെ മുനിയറകളും കണ്ടാണ് മടങ്ങുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ഫെംഗൽ ചുഴലിക്കാറ്റിന്റെ സാഹചര്യത്തിൽ ഇന്ന് തമിഴ്നാട്ടിലെ 3 ജില്ലകളിലും പുതുച്ചേരിയിലെ 1 ജില്ലയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ എത്രയും വേഗം ആഴക്കടലിൽ നിന്ന് തീരത്തേക്ക് മടങ്ങാനും നിർദ്ദേശം നൽകി. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻ SC ബംഗളൂരു FCയെ നേരിടും. വൈകുന്നേരം 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പഞ്ചാബ് FC മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തി. ഭിന്നശേഷിക്കാരായ യാത്രക്കാരുടെ സൌകര്യാർത്ഥം ഓൺലൈൻ കൺസഷൻ ഐഡന്റിറ്റി കാർഡ് അവതരിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ. കൺസഷൻ കാർഡിനായുള്ള പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനും പുതുക്കുന്നതിനും ഭിന്നശേഷിക്കാർക്ക് റെയിൽവേ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കേണ്ട ആവശ്യമില്ല. divyangjan.indianrail.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നിന്നും വിജയിച്ച UR പ്രദീപ്, പാലക്കാട് നിന്നും വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 4 നടക്കും. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് ചടങ്ങ് നടക്കുക. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ശനിയാഴ്ച നടക്കും. ഇതിനു മുന്നോടിയായി പരിശീലനം നേടിയ കേഡറ്റുകളുടെ ഔട്ട്ഡോർ ട്രെയിനിംഗ് പ്രദർശനം നാളെ അക്കാദമിയിൽ നടത്തും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രജ്ഞരും പൊതുജനങ്ങളും തമ്മിൽ നേരിട്ട് സംവദിക്കാൻ വേദിയൊരുക്കുന്ന കേരള സയൻസ് സ്ലാം 24ാം പതിപ്പ് ഈ മാസം 30 മാങ്ങാട്ടുപറമ്പ കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ നടക്കും. രാജ്യത്ത് സ്വർണ്ണവിലയിൽ വർധന. സ്വർണ്ണം പവന് 200 രൂപ വർദ്ധിച്ച് 56,840 രൂപയും ഗ്രാമിന് 25 രൂപ ഉയർന്ന് 7,105 രൂപയുമാണ് ഇന്നത്തെ വില. നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ 2025ന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ജനുവരി 11-12 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. യുവ പ്രതിഭകളെ തിരിച്ചറിയുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന പരിപാടി വികസിത ഭാരതത്തിനായി ആശയങ്ങൾ പങ്കിടാനുള്ള വേദിയായി മാറും. യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സംവദിക്കാനും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനുമുള്ള അവസരവും വികസിത് ഭാരത് യുവ നേതൃസംഗമത്തിലൂടെ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 4 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തി. രാജ്യം ശൈശവ വിവാഹരഹിതമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ദേശീയ യജ്ഞത്തിന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി തുടക്കം കുറിച്ചു. കുറഞ്ഞ ചെലവിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനയാത്രയ്ക്ക് KSRTC സൌകര്യമൊരുക്കിയതായി മന്ത്രി KB ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻ SC ബംഗളൂരു FC പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.